അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, രോഗങ്ങൾക്ക് ഷിഫ നൽകട്ടെ, ഐശ്വര്യമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു നല്ല രൂപത്തിലാക്കി മാറ്റിത്തരട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഓരോ വീഡിയോയിലും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും കേൾക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് മക്കളെക്കുറിച്ച് തന്നെയാണ്. മക്കളെക്കുറിച്ച് എത്ര കേട്ടാലും എത്ര ചെയ്താലും എന്ത് ചെയ്താലും മതിയാകാത്തൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എല്ലാവരും വിചാരിക്കും എൻ്റെ മക്കൾ, എൻ്റെ മോള്, എൻ്റെ മോന്, എൻ്റെ അടക്കം നമ്മളെല്ലാവരും നമ്മുടെ ചിന്ത എന്താ? എൻ്റെ കുട്ടി, എൻ്റെ മോൻ, എൻ്റെ മോള്, എൻ്റെ മക്കൾ നല്ലവരാണ് എന്നാണ്. ഒരു കൂടുതൽ ശതമാനം ആളുകളെങ്കിലും അങ്ങനെ വിചാരിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ മക്കളെ ശരിയായ സ്വഭാവവും ശരിയായ നടപടിയും നമുക്കറിയണമെങ്കിൽ അവരുടെ കൂട്ടുകാർ, വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടുകാരെ നാം മനസ്സിലാക്കണം. കൂട്ടുകാർ ശരിയല്ലെങ്കിൽ നമ്മുടെ മക്കൾ ആ കൂട്ടത്തിൽ പെട്ടുപോയി അവരും ചീത്തയാവും. ഒരു നല്ല കൂട്ടുകാരനാണെങ്കിൽ നമ്മളെ മക്കൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ധൈര്യമാണ്, വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാൽ കൂടുതലും കൂട്ടുകാർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മക്കളെ സ്വഭാവവും പെരുമാറ്റവും നടപടിയും ചെയ്തികളിലും എല്ലാം ക്രമേണ വ്യത്യാസപ്പെടും. പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രൂപത്തിലാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നത്, ആരുടെ കൂടെയാണ് പോകുന്നത് എല്ലാം നമ്മൾ അന്വേഷിക്കണം, അറിഞ്ഞിരിക്കണം. അതുപോലെ എപ്പോഴാണ് വരുന്നത്, ആരുടെ കൂടെയാണ് വരുന്നത് എന്നും നമ്മൾ അന്വേഷിക്കണം. അത് സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസയിലേക്ക് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ടൗണിലേക്ക് പോകുമ്പോഴും ടൂറിന് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും മാതാപിതാക്കളുടെ ഒരു കണ്ണ്, ഒരു ചെവി, ഒരു ശ്രദ്ധ അവരിൽ എപ്പോഴും വേണം. ചില മാതാപിതാക്കൾ രാത്രി നേരം വൈകി വന്നാലും മക്കളോട് ചോദിക്കില്ല. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമല്ല, ഓന് കച്ചറയിലൊന്നും ഉണ്ടാവില്ല, ഓൻ നല്ല കൂട്ടുകെട്ടാണ് എന്ന് നമ്മൾ കരുതും, നമ്മൾ വിചാരിക്കും. പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമുക്ക് അമളി പറ്റിയത് നമുക്ക് മനസ്സിലാവുക. ചെറുപ്പത്തിലേ ശ്രദ്ധിക്കണമായിരുന്നു, എൻ്റെ അടുത്ത് തന്നെ കുഴപ്പമെന്ന് മാതാപിതാക്കൾ പറയുന്നൊരു കാലഘട്ടം. അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നുണ്ട് ഒരുപാട് മക്കൾ. എത്രയോ മക്കൾ ഇന്ന് ചീത്ത നടപടിയിലും ചീത്ത രൂപത്തിലും ചീത്ത സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിക്കുന്നു. അത് കാരണമായി എത്രയോ മാതാപിതാക്കൾ കണ്ണീര് വാർക്കുന്നുണ്ട്, എത്രയോ പ്രാർത്ഥിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ, നമുക്ക് നമ്മുടെ മക്കളാണല്ലോ ഒരു പ്രതീക്ഷ ഉള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രതീക്ഷ വെക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ മക്കളെ പോറ്റി വളർത്തി വലുതാകുമ്പോൾ അവർക്ക് നമ്മളെക്കാൾ വലുത് അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളും മറ്റുള്ളവരുമാണ്. പിന്നെ മാതാവും പിതാവും വീട്ടുകാരൊന്നും അവർക്ക് വേണ്ട. അതിന് നല്ല ഇസ്ലാമികമായ ദീനീ ബോധം അവർക്ക് നൽകി ആ രൂപത്തിൽ വളർത്തിയെടുക്കണം. എന്നാൽ ഒരു പരിധി വരെയൊക്കെ മാതാപിതാക്കളെ ആക്ഷേപിക്കാനോ ഒഴിവാക്കാനോ കുറ്റപ്പെടുത്താനോ അടിക്കാനോ ഒന്നും അവർ നിൽക്കില്ല. ഒരു മതബോധവുമില്ല, ഒരു ഇസ്ലാമിക ബോധവുമില്ല. കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടാൽ നമ്മൾ തന്നെ പിന്നീട് ഖേദിക്കേണ്ടി വരും. മാതാപിതാക്കളെ പറയിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങളും കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ രക്ഷപ്പെടണം, അവർ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകരുത്.
അവർ നല്ല കുട്ടികളാവണം, അവരുടെ സ്വഭാവം നന്നാവണം, ദേഷ്യം മാറണം. അതിനൊക്കെ ഉള്ള ഒരു പോംവഴി ഞാനിപ്പോൾ പറയുന്നു. ഒന്ന്, നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു പാട്ടയിൽ വെള്ളം എടുത്തിട്ട് നിങ്ങളെ ഒഴിവ് പോലെ ചെയ്താൽ മതി, നല്ല ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. ഒരു 101 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് മന്ത്രിക്കുക. അതിന് ശേഷം ഒരു 11 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. അതിനുശേഷം ഒരു 101 സ്വലാത്ത് 101 സ്വലാത്ത് ചൊല്ലി വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് ഈ വെള്ളം എല്ലാവർക്കും കുടിക്കാം. പ്രത്യേകിച്ച് ഉദ്ദേശം മനസ്സിൽ കരുതണം, നെയ്യത്ത്. എന്നിട്ട് നമുക്ക് തോന്നുന്ന ഏതെങ്കിലും മക്കൾ ദേഷ്യമുണ്ട്, വാശിയുണ്ട്, അനുസരണശീലം കുറവാണ്, അങ്ങനെയുള്ള അനുസരിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക. എല്ലാ ദിവസവും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും സ്വലാത്ത് അധികരിപ്പിക്കുക. ഉദ്ദേശം എന്തായിരിക്കണം? എൻ്റെ മക്കൾ, എൻ്റെ കുട്ടികൾ നന്നാവണം, അവരെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നല്ല മക്കളായി മാറണം എന്ന ഉദ്ദേശം വെച്ചിട്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒഴിവ് സമയങ്ങളിലൊക്കെ സ്വലാത്ത് അങ്ങനെ വർദ്ധിപ്പിക്കുക. എത്ര കണക്കൊന്നും നോക്കണ്ട, ഉദ്ദേശം മനസ്സിൽ വെച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മക്കൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നേരെയായി വരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.